എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് പറയുന്നു. അപ്പോൾ ആലി വന്നിട്ട് 14-ാം തീയതി റിലീസ് ആവുകയാണ്. അപ്പോൾ അതിൽ ഞാനും ഉണ്ടെങ്കിൽ അതിൽ മാമാണ് കാരണം. മാം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാനായിട്ട് അവരുടേതായ ഒരു സ്റ്റോറി ഉണ്ടല്ലേ, അതുപോലെ എനിക്കുണ്ട്. കാരണം മാമിന്റെ ഒരു ഫസ്റ്റ് മൂവി ഞാൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ രണ്ടാമത്തെ അതിലൊരു ജസ്റ്റ് ഒരു ഡയലോഗ് പോലും ഇല്ലാത്തൊരു സീനായിരുന്നു എനിക്ക്. ജസ്റ്റ് ഞാൻ വരുന്നു, എൻ്റെ ഒരു പോർഷനോട് കൂടി ആ പടം അവസാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം എന്നെ ഒരു ഡയലോഗ് ഉള്ള മൂവിയിൽ വിളിക്കണേ മാം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഓർത്ത് വെച്ചിട്ട് എന്നെ വിളിച്ചു. അതില് കുറച്ച് ഡയലോഗ് ഒന്നോ രണ്ടോ ഡയലോഗ്സ് ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം ഈ ഫാമിലിയുടെ കൂടെ വന്ന് ഇരുന്ന എക്സ്പ്രഷൻസ് ആണെങ്കിൽ എക്സ്പ്രഷൻ നമുക്ക് താനെ വന്നു പോകും. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ് കൂടെ ഉള്ളത്. അപ്പൊ ഓരോരുത്തരുടെ പേര് ഞാൻ എടുത്ത് പറയണ്ട. ഇപ്പൊ എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളോട് വർക്ക് ചെയ്യുമ്പം നമുക്ക് അവരുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരു ഡയലോഗ് ഉള്ള ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്. ഐ എം ഗ്ലാഡ്. തീർച്ചയായിട്ടും. അല്ലാതെ ഇവരുടെ സെറ്റിൽ ഇവരെല്ലാവരും എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറുന്നത്, ഇപ്പൊ മീഡിയയുടെ മുന്നിൽ എങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 10 വർഷമായി. റാംവോക്ക് മോഡലാണ്. പക്ഷെ ഒരു ഫിലിം എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പോർഷനാണ്. ഞാൻ ഒരുപാട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത ഒരാളാണ്. പക്ഷെ മാം എന്നെ ഒരു ഓഡീഷൻ അല്ല എടുത്തത്. ശരിക്കും പറഞ്ഞ് ക്യാമറയിൽ നോക്കി എൻ്റെ ഒരു പെർഫോമൻസ് നോക്കി പിന്നെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ് ചെയ്തത്. ആ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. ഐ എം റിയലി ഗ്ലാഡ് മാം. അപ്പോൾ അവിടെ വന്ന സമയത്ത് ഇപ്പൊ എന്തെങ്കിലും നമ്മൾ മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ തന്നെ ഇപ്പൊ സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, അവരെല്ലാവരും നമ്മളോട് വന്ന് പറയാൻ വില്ലിങ് ആണ്. അത് കൊള്ളായിരുന്നു കേട്ടോ, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ എവിടെയൊക്കെയാണ് ക്യാമറ ഉള്ളതെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നമ്മളിപ്പോ ഒരു ആംഗിളിൽ നിൽക്കുമ്പോൾ ഞാൻ അതിന് വിസിബിൾ അല്ലെങ്കിലും പറഞ്ഞു തരുന്നുണ്ട്, ഗോകുല കുറച്ചൊന്ന് നേരെ നിന്നാൽ നിന്നെ വ്യക്തമായിട്ട് കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. അങ്ങനെ പറഞ്ഞു തരാനുള്ള ഒരു വില്ലിങ് സീനിയേഴ്സിനായിരുന്നാലും മാമിനും ഉണ്ട്. ഐ എം റിയലി ഗ്ലാഡ്. കൂടുതൽ സംസാരിച്ചാൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗം ആവാൻ പറ്റിയ സന്തോഷം. ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. അപ്പം ഏതാണ് ക്യാമറയുടെ കാര്യം അതിന് സാറാണ് പറഞ്ഞത്. പിന്നെ ക്യാമറ ഫേസില് പറയും രജി സാറാ പറഞ്ഞ്, മാം പറഞ്ഞു, സാറ് പറഞ്ഞു, ചേച്ചി പറഞ്ഞു. മേക്കപ്പിന്റെ കാര്യം ആയിക്കോട്ടെ, കുറച്ച് ഓയിലി ആണ്, കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ മാം പറഞ്ഞു, ഡയറക്ടർ പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇതൊരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു എക്സ്പെക്ടേഷൻ വെക്കണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രീ മൈൻഡായിട്ട് പോയി കാണുക. അപ്പൊ ഒരുപാട് സസ്പെൻസ് ഉണ്ട്, ചിരിക്കാനുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ഓരോരുത്തരുടെ പെർഫോമൻസ്. ഞാൻ തന്നെ അവിടെ നിന്നിട്ട് ലൈവായിട്ട് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാല്ലേ എന്ന് ഞാനും കുറച്ചും കൂടെ ചെയ്യാം. എനിക്കും ഒരു കോമ്പറ്റീഷൻ മൈൻഡ് വന്നു. സോ അതിനെല്ലാം ഇവരെല്ലാവരും ഒരു കാരണക്കാരാണ്. അപ്പോ ഒരു എക്സ്പെക്ടേഷൻ അല്ല, അതിനേക്കാളും ഒരു നമ്മൾ പോയിരുന്ന് കാണുക. അപ്പൊ നമുക്ക് ഒരു സ്റ്റോറി മനസ്സിലാവും. അത് റിയലൈസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഓണത്തിന് എല്ലാ മൂവിയുടെ കൂടെ ഈ ഒരു മൂവിയെയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.